ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞാലും എല്ലാ പ്രവാചകന്മാരുടെ കഥ പറയുമ്പോഴും പരിശുദ്ധമായ മുഹറവുമായി അതിലൊരു ബന്ധമുണ്ട്. പരിശുദ്ധമായ മുഹറവുമായി അതിലൊരു ബന്ധമുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയെ അല്ലാഹു സ്വീകരിച്ചത് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അറിയാതെ അത് കഴിച്ചുപോയ ഒരവസ്ഥയിൽ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നും ചില ആളുകൾ പറയാ ആട്ടി പുറത്താക്കിയെന്ന്. അല്ലാഹു നീതിമാനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു അങ്ങനെ ചെയ്യില്ല, നീതിയെ പുലർത്തുകയുള്ളൂ. ഒരു താൽക്കാലിക ജീവിതമായി ഈ ദുനിയാവിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ടു. എന്തിനാണ്? ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അതിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മലക്കുകൾ ചോദിച്ചല്ലോ, പടച്ചവനെ എന്തിനാണ് ഇതുപോലത്തെ മനുഷ്യനെ പടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചു കൊടുത്തിട്ട് പറയും, അവർ സുജൂദ് ചെയ്യുന്നുണ്ട്. ഓരോ നാടുകളിലേക്ക് പോയാൽ, സൗദി അറേബ്യയിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ ഓരോ സമയത്താണ് അവിടുത്തെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ അങ്ങനെ തുടങ്ങി ഓരോന്നും പല പല സമയങ്ങളിലാണ്. അവിടെ നിന്ന് ബാങ്ക് നിൽക്കുന്നില്ല, നിസ്കാരം നിൽക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി സുജൂദ് ചെയ്യുന്ന മലക്കുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ നൂറൂല, അങ്ങനത്തെ മലക്കുകളുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്ത് ഒരുപാട് ആളുകൾ ഇന്നിവിടെ ഈ സമയത്ത് പകലാണെങ്കിൽ ചില രാജ്യങ്ങളിൽ രാത്രിയാവുകയാണ്, ചില സമയത്ത് സന്ധ്യയാകുമ്പോ ഇശാ ആവുകയാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുമ്പോ ഓരോരുത്തരും പടച്ചവന്റെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും വീടിന്റെ അകത്തട്ടിൽ അവർ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് പ്രതിഫലം കിട്ടുന്ന, ഒരുപാട് സന്തോഷം കിട്ടുന്ന, ഒരുപാട് അമൂല്യമായിട്ടുള്ള സന്തോഷമുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞു പോവുകയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയെ അല്ലാഹു സ്വീകരിച്ചത് പരിശുദ്ധമായ മുഹറം 10-നാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം 10ന്റെ പ്രതിഫലമൊക്കെ വേണ്ടുന്ന കോലത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ചൊല്ലേണ്ടുന്ന ദിക്റുകൾ പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ദിക്റുകൾ നിങ്ങൾ ചൊല്ലുന്നവരാണ്. നിങ്ങളുടെ അമൽ ഞാൻ മുടക്കുന്നില്ല, നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ചൊല്ലുന്നത് ഒറ്റ ദിക്റാണ്. ഒരു ഉസ്താദ് അത് പറഞ്ഞു, മറ്റൊരു ഉസ്താദ് അടുത്ത ദിക്ർ പറഞ്ഞു, ഈ ഉസ്താദ് ഇത് പറഞ്ഞു, ദാറുസ്സലാമിൽ ഇത് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടി വെച്ചുകൊണ്ട് ചൊല്ലണമെന്നില്ല. ഇന്നിപ്പോ ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ചെല്ലണം എന്ന് ഞാൻ പറയുന്നില്ല. വേറെ ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 ദിക്റായിരിക്കണം. ആ 3 ദിക്ർ വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിയിട്ട് ദുആരക്കണം. അതല്ലാതെ എല്ലാം ഓതണമെന്ന് പറഞ്ഞ കാര്യം നടക്കൂല. നല്ല ഇഖ്ലാസോടെ, നല്ല നിയ്യത്തോടെ നമ്മൾ അങ്ങനെ ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരികയാണ്, ഒരുപാട് സന്തോഷം അല്ലാഹു തരികയാണ്. അതുകൊണ്ട് മുഅ്മിനേ, നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് നല്ലതുപോലെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് അറിയാവുന്ന 3 ദിക്ർ അല്ലാഹു നമ്മളെ കൈമലർത്തൂല്ല, അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല്ല. എല്ലാം അല്ലാഹ് പറഞ്ഞിട്ടില്ല. എപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കുക റബ്ബ് പറഞ്ഞിട്ടില്ല. ഫുൾ ടൈം ഖുർആൻ ഓതണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ശരീരത്തിന് കേടുവരുത്തി ഒരു അമലും അല്ലാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ചില ഉമ്മമാർ ഇപ്പൊ ഒരു ഖത്തം ഓതി കഴിയണം. ചില ഉമ്മമാർ ഇപ്പൊ പരിശുദ്ധമായ മുഹറല്ലേ, അപ്പൊ നിങ്ങൾ പറയരുത് മുഹറം മാസത്തിൽ നോമ്പ് നോക്കുന്നതിന് ഉസ്താദിന് അസൂയാന്ന്. നിങ്ങൾ നോമ്പ് നോക്കുന്നതിന് എനിക്ക് എന്താ അസൂയാണ്? ആരോഗ്യമുള്ളവരെ പിടിച്ചോട്ടെ, ഇല്ലേ? എന്നാൽ സുന്നത്ത് നോമ്പിന് വേറെ നിയമമുണ്ട്. ഏതെങ്കിലും ഒരാള് വിരുന്നിനെ വിളിച്ചാൽ അവന്റെ വിരുന്ന സൽക്കാരത്തിന് ഉത്തരം കൊടുക്കണമെന്നാണ് നോമ്പുണ്ട്. സുന്നത്ത് നോമ്പുണ്ട്. വിരുന്ന സൽക്കാരത്തിന് വിളിച്ചു, അവിടെ പ്രതിഫലം അവന്റെ ആ വിരുന്ന സൽക്കാരത്തെ സ്വീകരിക്കലാണ്, അവന്റെ ആ ഭക്ഷണത്തിന്റെ തളികയിൽ കൂടലാണ്. എന്നാൽ
ഞാനവിടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും എന്നോടൊപ്പം ഒരു ദിക്ർ ചൊല്ലണം, എന്റെ കൂടെ നിങ്ങൾ ചൊല്ലണം. കാരണം എന്തെന്നറിയോ? ഒരുപാട് മഹത്വമുണ്ട് ഇന്നത്തെ ദിവസം ചൊല്ലിയാൽ. ലാ ഇലാഹ, എല്ലാവരും ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല കരകയറ്റിയത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞു പോയപ്പോ അല്ലാഹു പശ്ചാത്താപത്തെ സ്വീകരിച്ചിട്ട് അല്ലാഹു തആല കൊണ്ടുവന്ന് കരക്കടിയിപ്പിച്ചത് പരിശുദ്ധമായ മുഹറത്തിലാണ്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മുടെ മനസ്സിലൊന്ന് കരുതും. ഒന്നുകൂടെ ചൊല്ല് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നല്ല അതപോടെ ചൊല്ലിയവരാണ് വന്നാമീൻ പറയും. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചോനെ, ഞങ്ങൾക്ക് മാപ്പ് തരണയല്ല. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നീ സന്തോഷം തരണയല്ല. അല്ലാഹുവേ, ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുവെന്ന് സമ്മതിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് ഖൈറായ വഴികളെ നീ ഞങ്ങൾക്ക് തുറന്ന് തരണേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് ഒരുപാട് കരയുന്നവരുണ്ട്. കടം വന്നിട്ട് കിടന്നിട്ട് ഉറക്കമില്ലാത്തവരുണ്ട്. പടച്ചോനെ അല്ലാഹുവേ, ആ കടമില്ലാത്തവർ, അല്ലാഹുവേ കടമുള്ളവർ, അവരുടെ കടങ്ങളെ നീ മാറ്റണേ അല്ലാ. അവരുടെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ ദിക്ർ ചൊല്ലിയ ഒരാളെയും അവരാഗ്രഹിക്കുന്ന ഒന്നും കൊടുക്കാതെ അവരെ സങ്കടത്തിലാക്കല്ല റബ്ബേ. നിന്റെ പൊരുത്തവും നിന്റെ ഖളായും അതുമല്ലാത്തതാണ്. അത് ഈ പാവികളായ, ഈ സാധുക്കളായ, ഈ ദോഷികളായ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഞങ്ങളെ ഒരാളെയും കടത്തിന്റെ കെണിയിൽ അകപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കടക്കാരായി ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അസർ നിസ്കാരത്തിന് ശേഷം 73 തവണ ഈ ദിക്ർ ഒന്ന് ചൊല്ലണം എല്ലാവരും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ആദ്യം ചൊല്ലണം. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു, അതിനുശേഷം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്നും കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അത് ആദ്യം ചൊല്ലണം. ചൊല്ലിയതിനു ശേഷമാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മനസ്സിലായോ? അങ്ങനെ ചൊല്ലണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തരും, ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് തരും. കേൾക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് മഹത്വമുള്ള ദിവസമാണ്, ഒരുപാട് ദുആകൾ സ്വീകരിക്കാനുള്ള ദിവസമാണ്. ചില ആളുകൾ പറയും അല്ലാഹുവേ, ചില ആളുകൾ പറയുന്ന ഒന്നും ചെയ്തുകൂടാ, മക്കളെ എഴുതിപ്പിച്ചുകൂടാ. ചില ആളുകൾ പറയും മക്കളെ ചെയ്തേക്കരുത്. കൽബകം തൂകുന്ന നിറവിൽ സ്നേഹമായി മുത്തുനബിയവരെ വാക്കുകൾ അതു മാറ്റലായി. മുത്തൊളി താഹാവിൻ വാക്ക് കേട്ടിടാനേ കൽബിൽ ആശയായി ഞാനും ഇന്ന് പോകലാണേ. സങ്കടം നിറഞ്ഞു കണ്ണീർ തൂകലാണേ. കരളോ അത്ഭുതം നിറഞ്ഞിടുന്ന വാക്കിനാലേ. ഇന്ന് നബിതങ്ങളുടെ വാക്കിനുള്ള വില കൊടുക്കാൻ ആളുകൾ പറയുന്ന വാക്കിനാണ്. വീടിന്റെ അപ്പുറത്തുള്ള പിന്നെ ഖദീസുമ്മ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ റംലുമ്മ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, മകളെ എഴുതിപ്പിക്കാൻ പാടില്ല. എന്റെ പൊന്നാര മുഹബ്ബീങ്ങളെ, ഹബീബിങ്ങളെ, ഇതുപോലത്തെ നല്ല ബറക്കത്തുള്ള ദിവസം കിട്ടിയിട്ട് എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? ഉസ്താദേ, മോനെ വീടിന് കുറ്റിയടിക്കാൻ പോവാ, ഈ മുഹറം 10 കഴിഞ്ഞിട്ട്
അതുവരെ മോനുണ്ടാവോ, നിങ്ങളുണ്ടാവോ? അല്ലേ? മുഹറത്തിൽ എന്ത് കുഴപ്പതിന്? ഏറ്റവും നല്ല മാസല്ലേ, ഏറ്റവും നല്ല ബറക്കത്തുള്ള സമയല്ലേ. അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല, എതിര് നിൽക്കാൻ പാടില്ല. നന്മയാകുന്ന കാര്യങ്ങളെ നല്ല സമയത്ത് ചെയ്യിപ്പിക്കാൻ. മുഹറം 10 അല്ലേ, മുഹറം 10 കഴിഞ്ഞിട്ട് മകളെ നിക്കാഹ് തീരുമാനിക്കാം. നല്ല സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോ പറയാം അത് പറ്റൂല, അത് മോശമല്ലേ. എന്ത് മോശം? പരിശുദ്ധമായ മുഹറത്തിലല്ലേ നന്മകൾ ചെയ്യാനുള്ളത്, ദിക്റുകൾ ചൊല്ലാനുള്ളത്, ഖുർആൻ ഓതാനുള്ളത്. എന്റെ സഹോദരങ്ങളെ, സൂറത്ത് യാസീനിന്റെ അവസാനത്തെ മുബീൻ വഇലൈഹി തുർജഊൻ. അത് ഓതുമ്പോ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ ഖുർആൻ ഓതുമ്പോ കേൾക്കാം വഇലൈഹി തുർജഊൻ, അത് തെറ്റാണ്. അങ്ങനെ ഓതല് തെറ്റാണ്. ചില ഉപ്പമാരൊക്കെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഒരൊറ്റ വിടലാണ്, അല്ലെ? ചില ആളുകൾക്ക് മൊത്തത്തിൽ ഒരൊറ്റ ശൈലിയാണ്, അല്ലെ? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ എന്ന് ഓതുന്ന ചില ആളുകളുണ്ട്. അത് അങ്ങനെ ഓതരുത്. വഇലൈഹി തുർജഊൻ, വഇലൈഹി തുർജഊൻ അല്ല, വഇലൈഹി തുർജഊൻ, അല്ലേ? അതുകൊണ്ട് നന്മയായ കാര്യങ്ങളൊക്കെ പഠിച്ചോ. സൂറത്ത് യാസീനിന്റെ അവസാനത്തെ മുബീൻ മുഹറത്തിന്റെ എല്ലാ ദിവസത്തിലും, മുഹറം 10 കഴിഞ്ഞാലും മുഹറത്തിന്റെ എല്ലാ ദിവസത്തിലും അത് ഓതല് അത് ഏറ്റവും നല്ല പവറുള്ളതാണ്. കാരണം നല്ല മരണം കിട്ടാനത് കാരണമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു ചൊല്ലാനുള്ള മനസ്സ്, ഓതാനുള്ള മനസ്സും ഈമാനികമായ ചിന്തയും അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ൊന്നും നമ്മൾ മറക്കരുത്. എത്ര തെറ്റുണ്ട് നമ്മൾ ഓതുമ്പോ. സൂറത്തുൽ ഫാത്തിഹ അത് ശരിയാവാതെ നമ്മുടെ നിസ്കാരം ശരിയാവൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചില ആളുകൾ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനി, അല്ലേ? ആ നീട്ടൊക്കെ ഒന്ന് മാറ്റണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനി. ചില ആളുകൾ നീട്ടിവിടും, തെറ്റാണ്. അർറഹ്മാനിർ റഹീം, മാലികി, അതും തെറ്റ്. മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇങ്ങനെ ഓരോ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊള്ളണം. സൂറത്ത് യാസീനിന്റെ അവസാനത്തെ മുബീന് എല്ലാ ദിവസവും ഓതാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ നല്ലതുപോലെ ഓതണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ അൽഹംദുലില്ലാ പറയി. ഇന്ന് ചൊല്ലാനുള്ള ദിക്ർ എനിക്കും നിങ്ങൾക്കും ചൊല്ലാൻ പറ്റി. അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാനും പറ്റി. ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലാനുള്ള ദിക്ർ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചൊല്ലും. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിനെ നീ പാഴാക്കല്ല റബ്ബേ, നീ തട്ടിക്കളയല്ല പടച്ചോനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊള്ളണം. അവസാനമായി നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചൊല്ലുന്നത് പോലെ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചൊല്ലണം. ഞാൻ ചൊല്ലുന്ന ദിക്ർ നിങ്ങൾ എന്റെ കൂടെ വന്ന് ചൊല്ലണം. അതെന്തിനെന്നറിയുമോ? ഒരുപാട് പ്രതിഫലം അല്ലാഹു തരാൻ, ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തരാൻ, അല്ലാഹു ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരാൻ. നമ്മുടെ കുട്ടികളുടെ എല്ലാവിധമായ ദോഷങ്ങളും മാറാൻ, നമ്മുടെ മക്കള് നല്ലവരാകാൻ, നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാകാൻ നിങ്ങൾക്കറിയാവുന്ന ദിക്റാണ്. അല്ലാഹുവിനോട് അവന്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും കൊണ്ട് അപകടകാരികളായ എല്ലാ പിശാചിൽ നിന്ന് നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്താൻ, പിശാചിന്റെ ശർറിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ എല്ലാവരും കൂടെ ചൊല്ല്. നിങ്ങൾക്കറിയാവുന്ന ദിക്ർ എല്ലാവരും ചൊല്ലണേ. അഊദു അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ ഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഒന്നുകൂടെ. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ ഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഒന്നുകൂടെ ചൊല്ല്. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ കുല്ലി
ശൈത്താനിൻ ഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സഹോദരങ്ങളെ, നമ്മളിത് ചൊല്ലണം, എപ്പോഴും ചൊല്ലണം. ഇന്ന് മാത്രല്ല, അല്ലാഹുവേ പൈശാചികമായ ശർറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാക്കണേ പടച്ചോനെ. അല്ലാ, ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, വേദന കൊടുക്കല്ല റബ്ബേ, സങ്കടത്തിലും ദുഃഖത്തിലും ആഴ്ത്തല്ല റബ്ബേ. അല്ലാഹുവേ ഖൈറായ വഴിയിൽ ഞങ്ങളുടെ മജ്ലിസിൽ കടന്നു വന്ന അച്ചടക്കത്തോടെ ഇരുന്ന സഹോദരിമാര്, അച്ചടക്കത്തോടെ ആമീൻ പറഞ്ഞ ഉമ്മമാര്, ദുആ ചൊല്ലിയവര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ, എല്ലാവരെയും കബൂലാക്കണം റഹ്മാനെ. എന്ത് രോഗമുണ്ടോ ആ രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ, വേദനകളും പ്രയാസങ്ങളൊക്കെ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ഫീ കുല്ലി സമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ഫീ കുല്ലി മകാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂറു ബികുല്ലി ലിസാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅറൂഫു ബിൽ ഇഹ്സാൻ. ഒന്നുകൂടെ ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ഫീ കുല്ലി സമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ഫീ കുല്ലി മകാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂറു ബികുല്ലി ലിസാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ബിൽ ഇഹ്സാൻ. ഒന്നും കൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ഫീ കുല്ലി സമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅബൂദു ഫീ കുല്ലി മകാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മദ്കൂറു ബികുല്ലി ലിസാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മഅറൂഫു ബിൽ ഇഹ്സാൻ. എല്ലാവരും ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ലിക്കോ നിറഞ്ഞ മനസ്സോടെ. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം. ചൊല്ലണം സഹോദരങ്ങളെ. ജീവിതത്തിൽ എപ്പോഴാണ് മരണം വരുന്നത് എന്നറിയില്ല. ആ സമയത്തൊക്കെ നല്ല മരണം ലഭിക്കാൻ, കുടുംബത്തിൽ ഈമാനോടുകൂടി കഴിയാൻ അതിന് പറ്റുന്ന അത്ഭുതകരമായ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ചൊല്ല്. യാ ഹയ്യു യാ ഖയ്യൂം ഒരു 11 പ്രാവശ്യം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവേ
ഇത്രയും നേരം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിയവര്, നല്ല ദിക്റുകൾ ചൊല്ലിയവര്, അവരുടെ ഭാവി കാലം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മഖ്ലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ വരുത്തല്ല പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവർക്ക് പലർക്കും പല പല ആഗ്രഹങ്ങളുള്ളവരാണ്. അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യക്കടനായ അല്ലാ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. പരിശുദ്ധമായ മുഹറത്തിന്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നിന്റെ പൊരുത്തം ലഭിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ പലരുടെയും ഉമ്മമാരുടെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. അവരുടെ ദുഃഖങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, കാല് മുറിഞ്ഞവരുണ്ട്, കൈ മുറിഞ്ഞവരുണ്ട്, ശരീരം മുറിഞ്ഞവരുണ്ട്. കരുണക്കടലേ, അവരുടെയൊക്കെ വേദനകള്, അവരുടെ സങ്കടങ്ങള്, അവരുടെ ദുഃഖങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെ ഉപ്പമാര് കബറിലാണ്, ഉമ്മമാര് കബറിലാണ്. കരുണക്കടലായ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും പലരും ഖബറിലുണ്ട്. ഈ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.